കുമാറിൻ്റെ വിയോഗത്തിൽ മറ്റൊരു മഹാരാജാസുകാരനായ ശ്രീ മമ്മൂട്ടി പോലും പറഞ്ഞത് ചിരിപ്പിച്ച് അവസാനം കരയിപ്പിച്ചല്ലോ എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കരയിപ്പിച്ചുകൊണ്ട് സലീം കുമാർ സിനിമാ ലോകത്തെ കരയിപ്പിച്ചുകൊണ്ട് മലയാളി സിനിമാ ആസ്വാദകരുടെ സാംസ്കാരിക ലോകത്തെ ഒന്നാകെ കരയിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ചന്തുവിൻ്റെയും ആരോമലിൻ്റെയും മുഖം കാണുമ്പോഴാണ് ആ ഒരു വേദന അത് കുറേ കൂടി കാഠിന്യമുള്ളതായി പോകുന്നത്. അല്പസമയം മുൻപടക്കം നമ്മൾ സലീം കുമാർ അവതരിപ്പിച്ചു വെച്ച കഥാപാത്രങ്ങളെക്കുറിച്ച്, അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ച ഹാസ്യ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ടൈം ലൈനുകൾ വെച്ച് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ കുടുംബത്തിൻ്റെ വേദനയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ചരിത്രരേഖകളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. അവരുടെ വേദന അത് സമൂഹം ഒന്നാകെ കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ. അത്തരത്തിലുള്ളൊരു ഹൃദയ ഭാരത്തോടു കൂടി തന്നെയാണ് ഇവിടെ ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും സലീം കുമാറിന് അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് ദീർഘദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടേക്ക് സ്വന്തമായി വാഹനം ഓടിച്ചൊക്കെ പ്രായമായ ഒരുപാട് ആളുകൾ പോലും ഇവിടേക്ക് എത്തിയിരുന്നു. അത്തരത്തിലുള്ള ആളുകളുമായി എല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയാതെ നിരാശരായി ഈ വീടിന് പുറത്ത് നിൽക്കുന്നതും നമ്മളിപ്പോൾ കാണേണ്ടതുണ്ട്. ഏതായാലും എത്രയും അധികം വലിയൊരു ജനാവലി വരുമ്പോൾ അവരെ എല്ലാവർക്കും സലീം കുമാറിനെ അവസാനമായി ഒന്ന് കാണുക എന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിനടുത്തേക്കൊന്ന് എത്തുക എന്ന കാര്യത്തിലേക്ക് കുറച്ച് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണത് സംഭവിക്കാതെ പോയത്. പക്ഷെ അപ്പോഴും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ഇപ്പോഴും അവർ ഈ പരിസരത്തെല്ലാം ഈ പുരുഷാരത്തിനൊപ്പം തന്നെ അലിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും ഇവിടെ വലിയ രീതിയിലുള്ള ആളുകൾ തിങ്ങി നിൽക്കുന്നത് ആ തുല്യ കലാകാരൻ്റെ വിടവാങ്ങലിന് സാക്ഷ്യമാകാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ അവർക്കും നമുക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. സലീം കുമാർ എന്ന മനുഷ്യൻ്റെ ചിരിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ ആടി ഉലഞ്ഞുകൊണ്ടുള്ള നടത്തം മാത്രമേ മാഞ്ഞു പോകുന്നുള്ളൂ. നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ചിന്തകളിൽ, ഓർമ്മകളിൽ അയാൾ പാകി വെച്ചിരിക്കുന്ന സിനിമയിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ സലീം കുമാർ പാകി വെച്ചിരിക്കുന്ന നർമ്മത്തിൻ്റെ പൊരുൾ അതൊരിക്കലും മാഞ്ഞു പോകില്ല എന്ന് ഉറപ്പായും പറയാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നവരിൽ അന്ന് 2018 പ്രളയകാലത്ത് തങ്ങളുടെ എല്ലാം ഒലിച്ചുപോയി, പ്രളയജലത്തിൽ തങ്ങളുടെ എല്ലാം നഷ്ടമായ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവന് വേണ്ടിയിട്ടുള്ള പിടച്ചിലുമായിട്ട് ഈ വീടിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടിയവരെ തൻ്റെ വീട്ടിലേക്ക് തുറന്നിട്ട വാതിലുകളിലൂടെ ക്ഷണിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന, തനിക്ക് ഉണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് കൂടി മാറ്റിവെക്കാൻ മടി കാണിക്കാതിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ നാഥനാണ് സലീം കുമാർ. അദ്ദേഹമാണ് വിടവാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പറവൂരുകാർക്ക് ഈ വീടിനോട്, ലാഫിംഗ് വില്ലയോടുള്ള അടുപ്പം ഇതിലും മറ്റ് വലിയൊരു വാചകത്തിലൂടെ രേഖപ്പെടുത്തേണ്ടതില്ല. കാരണം അവർക്ക് ഇത് അവരുടെ തന്നെ വീടായിരുന്നു. ഈ വീട് ഏത് സമയത്തും ഏതൊരാൾക്കും കയറി വരാമായിരുന്ന, സംസാരിക്കാമായിരുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവർ തങ്ങളുടെ ഭാഗമായി, ഈ നാടൊന്നാകെ തങ്ങളുടെ ഭാഗമായി കണക്കാക്കിയ ഒരാളാണ് പോകുന്നത്. തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗം മുറിഞ്ഞു പോകുന്നതിൻ്റെ വിഷമത്തോടു കൂടിയാണ് ഈ നാട്ടുകാർ ഇവിടെ കാണുന്നത്. സിനിമാ മേഖലയിലുള്ളവർക്കെല്ലാം അദ്ദേഹത്തെ ഒരുപക്ഷെ പരിചയമുണ്ട്, നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചവരുണ്ട്. നമുക്ക് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗമെന്ന വാർത്തയെ ജനങ്ങളെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ തങ്ങളേറെക്കാലം ഇഷ്ടപ്പെട്ട ഒരാൾ, തങ്ങൾക്ക് ഇനി അങ്ങനെ ഒരാൾ ഇനി ഇല്ലല്ലോ എന്ന വിഷമത്തോടു കൂടി അദ്ദേഹവുമായി ഒരു പരിചയമില്ലെങ്കിൽ പോലും ഈ ഒരു വിടവാങ്ങലിന് ഒപ്പം നിൽക്കണം, അതിന് സാക്ഷ്യമാകണം എന്ന ആഗ്രഹത്തോടു കൂടി എത്തുന്നവർക്ക് സലീം കുമാർ എന്ന മനുഷ്യനോടുള്ള ആദരവ് എന്താണ് എന്ന് പറയുവാനുള്ള വാക്കുകൾ ഇനിയും നമ്മുടെ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഏതായാലും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിരുന്ന ഒരു ആളായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ചിതയ്ക്ക് തീ പകർന്നിരിക്കുകയാണ്. ചിതയുടെ ചിരിക്കുന്ന തീനാളങ്ങളിലേക്ക് സലീം കുമാർ എന്ന ചിരിയുടെ സാമ്രാട്ട് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ തൻ്റെ മരണം കൊണ്ട് മറ്റൊരു മനോഹരമായ ചിരിയായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ കൂടി നിൽക്കുന്ന, തനിക്ക് വേണ്ടി ഇത്രയധികം സ്നേഹത്തോടെയും വിഷമത്തോടെയും ഇവിടെ കൂടി നിൽക്കുന്ന മനുഷ്യരെ നോക്കി ആ ചിതയിലെ നാളങ്ങൾക്കിടയിൽ നിന്നും സലീം കുമാർ തൻ്റെ കുറിക്കു കൊള്ളുന്ന നർമ്മം കൊണ്ട്
ഒരു ചിരി ചിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് ഈ പ്രകൃതി പോലും ഇണങ്ങി നിൽക്കുകയാണ്. നമുക്ക് അറിയാവുന്നതാണ്, രാവിലെയെല്ലാം ഇവിടെ തകർത്ത് പെയ്തിരുന്ന ആ ഒരു മഴ എന്ന് പറയുന്നത് അതിശക്തമായ ഒരു മഴ. ആ മഴ അപ്പാടെ മാറി നിൽക്കുകയാണ്. യാതൊരു തരത്തിലും ഇത്രമേൽ മനുഷ്യൻ്റെ, മലയാളികളുടെ പൊതുബോധത്തിന് വേണ്ടി, അവരുടെ സിനിമാ ബോധത്തിന് വേണ്ടി, അവരുടെ നർമ്മത്തിന് വേണ്ടി പ്രയത്നിച്ച, തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്ത ഒരു മനുഷ്യൻ്റെ വിടവാങ്ങലിനെ അതിനോട് താതാമ്യപ്പെട്ടുകൊണ്ട് ഈ പ്രകൃതി പോലും നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കൾ ചന്തു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ പകർന്നിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ അസ്ഥി പുഴയിൽ ഒഴുക്കരുത് എന്ന് അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ മതങ്ങളോട് പോലും തൻ്റെ ചിരിക്കുന്ന വിമർശനം കൊണ്ട്, തൻ്റെ നർമ്മം കലർന്ന വിമർശനം കൊണ്ട് എന്നും പോരാടിയ ഒരാളാണ് സലീം കുമാർ എന്ന് പറയുന്നത്. ഒരിക്കൽ തനിക്ക് കരളിന് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സലീം കുമാർ ഈ പുകവലിയ അടക്കമുള്ള ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നല്ലതല്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇറങ്ങാൻ നേരത്തെ അത്രമേൽ അദ്ദേഹത്തിലെ ഒരു നർമ്മം എന്ന് പറയുന്നത്, അദ്ദേഹം അത്രയും നാൾ വലിച്ചുകൊണ്ടിരുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് തൻ്റെ ശുചിമുറിയുടെ ജനാലയ്ക്കൽ വെച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു എന്ന് പറയുന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. തിരിച്ചിറങ്ങി വരുമ്പോൾ, അതായത് ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയയെല്ലാം ചെയ്ത് ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനായി പഴയ പോലെ തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ ഒരാൾ, അയാൾ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ വലിക്കുവാൻ വേണ്ടി ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ചിട്ട് പോയി എന്നൊരു കഥ അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അത്തരത്തിൽ വളരെ ലളിതമായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിതത്തെ കണ്ട ഒരു മനുഷ്യനാണ് മടക്കമില്ലാത്ത യാത്രയിലേക്ക് ഇപ്പോൾ നമ്മളെ വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്.